എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഷോർട്സ് ആണ് ഇടാറുള്ളത്. ഇത് പല ആൾക്കാരും എന്നോട് പറഞ്ഞ ഒരു കാര്യങ്ങളിൽ നിന്ന് വെച്ച് ഞാനൊരു വീഡിയോ ഇടുകയാണ്. നമ്മുടെ വാർദ്ധക്യം എങ്ങനെ സന്തോഷകരമാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഇത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ, ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രായങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഓരോ അവസ്ഥകളും നമ്മളുടെ മാറും. അപ്പോൾ നമ്മുടെ മക്കൾ കല്യാണം കഴിക്കും, അവർ കുടുംബമായിട്ട് താമസിക്കും. നമ്മൾ അച്ഛനമ്മമാർ ചിലപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരും ഉണ്ടായെന്ന് വരത്തില്ല, ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടൽ അവിടെ അനുഭവപ്പെടും. അപ്പം നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മക്കളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ മക്കൾ നമ്മുടെ കൂടെ കാണും. അപ്പം നമ്മൾ ഭാര്യ ഭർത്താവ് മാത്രം ജീവിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യാസം കാണും. നമ്മുടെ മക്കളുമായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് മക്കളും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മളുടെ ജീവിത രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റം നമ്മൾ വരുത്തേണ്ടതായുണ്ട്. നമുക്ക് പ്രശ്നങ്ങളില്ലാതൊക്കെ പോകണ്ടേ? നമ്മൾ പ്രായമായി വരുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം, എല്ലാവരും. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ കൂടെ മറ്റുള്ളവരും എല്ലാവരും താമസിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ മുന്നേ ഇതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ മക്കളുടെ കൂടെ ഒക്കെ താമസിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഈ ഓരോ പല കാര്യങ്ങളിൽ കൂടെ കടന്നു വന്നവരാണെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവരോടൊപ്പം ഒത്തുപോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവർക്ക്, നമ്മുടെ മക്കൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന അവർക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും, പല കാര്യങ്ങൾക്കും അവർക്ക് ഇറങ്ങേണ്ടി വരും. അപ്പം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താതിരിക്കുക. അവർ ചിലപ്പോൾ പുറത്തു പോകും, അവർ പുറത്തു പോയി ഭക്ഷണം കഴിച്ചെന്നിരിക്കും. അവർക്കും ജീവിതം ആസ്വദിക്കണമല്ലോ. അപ്പം പല രീതിയിൽ അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ അവിടെ ഒരു തടസ്സമാകാതിരിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അത് ശാരീരികമായിട്ടായാലും മാനസികമായിട്ട് എന്തായാലും ഫിനാൻഷ്യലായിട്ടായാലും നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യരുത്. ഇപ്പം നമ്മൾ അവരുടെ മക്കൾ കാണും, കൊച്ചുമക്കൾ കാണും. അപ്പോൾ കൊച്ചുമക്കളോടൊപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അല്ലാതെ കൊച്ചുമക്കളെ നമ്മൾ ഒരുപാട് ശാസിക്കാൻ പോകാതിരിക്കുക. നമുക്ക് നമ്മുടെ മക്കളെ ശാസിക്കാം, പക്ഷേ കൊച്ചുമക്കളെ ശാസിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പം അവർ തന്നെ അവരുടെ കുട്ടികളെ അവർക്ക് അവരുടേതായ രീതിയിലായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പം നമ്മൾ ചെന്ന് കയറി അവിടെ നമ്മുടേതായ രീതി അവിടെ പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു കല്ലുകടി ഉണ്ടാകും. ഉറപ്പായിട്ടും അത് നമ്മൾ രണ്ട് കൂട്ടരെയും ബാധിക്കും. നമ്മൾ നമ്മുടേതായ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള സന്തോഷം നമ്മൾ പങ്കിടുക. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം നല്ല കൂട്ടായ്മകളൊക്കെ ഇല്ലേ? ഒരുപാട് കൂട്ടായ്മകളുണ്ട്. പ്രായമായ സീനിയർ സിറ്റിസൻ്റെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അവരിലൊക്കെ നമ്മൾ അംഗമാകുക. അവരോടൊപ്പം നമ്മൾ ചേർന്ന് സന്തോഷകരമായ നമ്മുടെ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കുക. അവരും ജീവിച്ചോട്ടെ. പക്ഷെ നമുക്കത് പറ്റത്തില്ല. നമ്മൾ മുന്നേ ഇവരെയൊക്കെ വളരെ ആജ്ഞാ രീതിയിലൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ അവരുടെ പ്രതികരിക്കും. അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ മക്കളുടെ കൂടെ ആണെങ്കിൽ മോനാണെങ്കിലും മോൻ്റെ കൂടെ ഭാര്യ കാണും, മോളാണെങ്കിൽ മോളുടെ കൂടെ ഭർത്താവ് കാണും. അതൊക്കെ അവിടെ ഒരു പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നമുക്ക് പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു സമയം കടന്നു പോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ ആസ്വദിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മളവരെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്നേഹവും കരുതലും നമുക്ക് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് ഒറ്റപ്പെടൽ വളരെ പ്രയാസമായിട്ട് നമുക്ക് തോന്നത്തില്ല. നമുക്കിപ്പോൾ എന്തെല്ലാം മീഡിയകളുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഇപ്പോൾ ആർക്കാ ഫോണൊന്നുമില്ലാത്ത ആ ഫോൺ വഴി നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, സംസാരിക്കാം, ആ കൂട്ടായ്മകൾ പങ്കെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നമുക്ക് പോകാം. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ സമയം കണ്ടെത്തുക. തീർത്ഥാടന യാത്രയിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തീർത്ഥാടനത്തിനൊക്കെ പോകാം. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് നമുക്കൊരു കാര്യം വേണം, പണം വേണം. അത് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഉറപ്പായിട്ടും നമ്മുടെ സമയം നല്ല സമയത്ത് നമുക്ക് വേണ്ടി കുറച്ച്
സാമ്പത്തികം നമ്മൾ കരുതി വയ്ക്കണം. ഉറപ്പായിട്ടും എല്ലാം നമ്മൾ മക്കളുടെ പേരിലേക്ക് കൊടുക്കരുത്. ഉറപ്പായിട്ടും നമുക്കുള്ളതെല്ലാം നമ്മുടെ മക്കൾക്കുള്ളതാണ്. പക്ഷേ നാം ഇരിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് നമ്മളവിടെ വിഷമം ഉണ്ടാവരുത്. നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു അച്ഛൻ പ്രായമായ 10-90 വയസ്സുള്ള ഒരു അച്ഛനെ ഇട്ട് വിഷമിപ്പിക്കുന്ന. ആ അച്ഛൻ നല്ല രീതിയിൽ ജീവിച്ചാണ് ആ മക്കളെ. അത് ഒരു മോൻ അധ്യാപകനും ഒരു മോൻ വേറെ എന്തോ ബിസിനസ്മാനും, കോടീശ്വരന്മാരായ 2 മക്കൾ. പക്ഷേ ആ അച്ഛൻ ഇന്ന് ജീവിക്കുന്നത് ഇവിടെ ഗാന്ധി ഭവനിലാണ്. ആ അച്ഛനെ വെറും ഒരു വീട്ടിലിട്ട് പുഴുവരിച്ച് ആ വീട്ടിൽ കിടന്ന് പരിസരത്തിലുള്ള പരിസരവാസികളാണ് അത് ഗാന്ധി ഭവനിൽ അറിയിക്കുകയും അവരാണ് ഫുഡുകളൊക്കെ ദിവസവും കൊണ്ടു കൊടുക്കുന്ന ആഹാരമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ അച്ഛൻ്റെ ഒരു പ്രാകൃതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഏത് മക്കളുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. താടിയെല്ലാം ഇങ്ങനെ വളർന്ന ഒരു വല്ലാത്ത എല്ലും കോലമായിട്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഗാന്ധി ഭവൻ അവിടെ ഏറ്റെടുക്കുകയും അച്ഛനെ കൊണ്ടുപോവുകയും ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പല വീഡിയോകളിലും ഷോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അച്ഛൻ അന്നത്തെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടിയ കാറിലാണ് ആ മക്കളെ സ്കൂളുകളിൽ കൊണ്ടാക്കുന്നതും. നല്ല രീതിയിൽ വളരെ സാമ്പത്തികമായ നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് ഗാന്ധി ഭവനിലിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, എന്താണ് അവിടെ പറ്റിയത്? നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാതെ, നമുക്ക് ഇല്ലാതെ നമ്മളെല്ലാം മക്കൾക്ക് വേണ്ടി അങ്ങ് എഴുതി കൊടുത്ത് വെറുതെ ആ അച്ഛനെ വെറും ഒരു പുറമ്പോക്ക് പോലെ കളയുകയാണ് അവർ ചെയ്തത്. വളരെ വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ് അത് ചെയ്തേക്കുന്നത്. അയൽക്കാരുണ്ടായതുകൊണ്ടും ഗാന്ധി ഭവൻ ഉണ്ടായതുകൊണ്ടാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നത്. എന്നിട്ടും അച്ഛൻ എന്താ പറഞ്ഞത്? എൻ്റെ മക്കളോട് എനിക്ക് ഒരു പരിഭവമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കണ്ണിങ്ങനെ ഒഴുകുകയാണ്. നമുക്ക് ആർക്കായാലും സങ്കടം വരുന്നൊരവസ്ഥയാണ്. അത് മക്കൾ ചെയ്ത പ്രവർത്തികളാണ്. എന്ത് തന്നെയായാലും ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ആയ കാലത്ത് എന്തെങ്കിലും ആക്കി വെച്ചിട്ട് നമുക്കൊരു ഭാഗം കാണണം. നമുക്ക് ജീവിക്കണ്ടേ മുന്നോട്ട്? നമുക്കൊന്നുമില്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും പൈസ ബാങ്കിലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും വന്ന് നോക്കും. മക്കളായി തന്നെ നമ്മളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാണണം. ആ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെക്കണം. നമുക്കൊരു അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകണം കൂട്ടുകാരോടൊത്ത്. അപ്പം നമുക്ക് എല്ലാത്തിനും നമ്മൾ മക്കളുടെ കൈ നീട്ടുമ്പോൾ അവിടെ അകൽച്ചയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഏതിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ടി കുറച്ച് സാമ്പത്തികമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. പിന്നെ ആരോഗ്യം, നമ്മൾ നല്ല കാലത്ത് നമ്മൾ വല്ല എക്സസൈസുകളും അതുകളും ഒക്കെ ചെയ്ത് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ. ഇപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെയ്ത് നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ആരോഗ്യം നഷ്ടപ്പെടുന്നവരെ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലാത്തൊരവസ്ഥയിൽ ചെന്ന് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരോടൊരു സഹായം വേണം. അപ്പം മാക്സിമം നമ്മൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവരെയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും സ്നേഹിച്ച് തന്നെ പോവുക. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന കണക്കുള്ള സ്നേഹം തിരിച്ച് കിട്ടത്തില്ല. പക്ഷെ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊരു രീതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ മക്കളായാൽ തന്നെ നമ്മളെല്ലാം അച്ഛൻ്റെ അമ്മമാരുടെ കയ്യിൽ നിന്ന് ഊറ്റി വാങ്ങിച്ചിട്ട് അവരെ പുറന്തള്ളാതിരിക്കുക. പല ആൾക്കാരും എന്നോട്, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഗവൺമെൻറ് ജോലിയുള്ള ഒരു ടീച്ചറാണ് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൊണ്ടുവന്ന് ഒറ്റ ഒരു മോനേ ഉള്ളൂ, ആ മോന് കൊടുത്തിട്ട് ഇപ്പോഴും ആ മോൻ ആ പെൻഷന് വേണ്ടി തന്നെ ആ അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ആ മോനും വളരെ ബിസിനസ്സുമാനാണ്. എന്നിട്ട് പോലും ആ അമ്മയൊക്കെ ഒരു നോക്കത്ത് പോലും ഇല്ല. അങ്ങനെയുള്ള മക്കളുമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെയും ഇപ്പം അവരുടെ മക്കളെ അവർ വളർത്തട്ടെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയില്ലേ, അവരെ ശാസിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അർഹത അവർക്ക് തന്നെയാണ്. നമ്മൾ ഒരുപാടങ്ങ് അതിര് കടന്ന് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ, അത് മക്കളായാലും മരുമക്കളായാലും ഇടപെടാതെ പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വാർദ്ധക്യം സന്തോഷകരമാക്കാം. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. എന്നുവെച്ചാൽ നമുക്ക് ശ്രമിക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. നമ്മളുടെ സ്വഭാവത്തിലൊരു മാറ്റം നമുക്ക് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു മാറ്റം വരുവാണെങ്കിൽ മാത്രമേ ഇവരോടെല്ലാം നമുക്ക് ഒത്തുകൂടി സന്തോഷത്തോടെ പോകാൻ പറ്റുക. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ നമ്മൾ വിചാരിക്കുക, നമ്മുടെ വാർദ്ധക്യം എല്ലാവരുടെയും സന്തോഷകരമാകട്ടെ.